അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും ഈ കാലമത്രയും, അദ്ദേഹം മലയാള ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിരുന്ന കാലമത്രയും, അതല്ലാതെ അതിന് പുറത്തും, അതായത് അദ്ദേഹം സാമൂഹിക ജീവിതത്തിൽ സാംസ്കാരിക രംഗത്തും സജീവമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞും എഴുതിയും പ്രസംഗിച്ചും ഒക്കെ നമ്മളിലേക്ക് പങ്കുവച്ച കാര്യങ്ങൾ ഈ കാലയളവിൽ ഉടനീളം മലയാളി അല്ലെങ്കിൽ മലയാളിയുടെ സാമൂഹിക ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ പങ്കുണ്ട് എന്ന ഇടത്താണ് സാധാരണ ഒരു അഭിനേതാവ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രകടമാകുന്നത് അദ്ദേഹം അത്രയും വലിയ ഔന്നത്യവും പ്രതിഭയുമുള്ള ആളായിരുന്നത് കൊണ്ടാണ് എന്നാണ് ഇതിലെ കാര്യം. അപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗം ഒരർത്ഥത്തിൽ നോക്കിയാൽ കുറച്ചു നേരത്തെയാണ്. ഇനിയും എത്ര സലീംകുമാർ കഥാപാത്രങ്ങളെ തലമുറകൾക്ക് ലഭ്യമാകേണ്ടതായിരുന്നു എന്നൊരു വേദന ഈ ഘട്ടത്തിലുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ അനാരോഗ്യം വേട്ടയാടിയിരുന്നു എന്നത് നമുക്കറിയാം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഉൾപ്പെടെ അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വന്നു. അതിനുശേഷം ഒരു ഇടവേള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. തിരികെ വരുമ്പോൾ പഴയ സലീംകുമാറിനെ നമുക്ക് ലഭ്യമാകുമോ എന്ന വേദനയുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം നക്സലൈറ്റ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പോലും അദ്ദേഹത്തിന്റെ ആ മികവ് കൊണ്ട്, അദ്ദേഹം സലീംകുമാർ എന്ന താരത്തിന്റെ അല്ലെങ്കിൽ അഭിനേതാവിന്റെ മികവ് കൊണ്ട് ആ കഥാപാത്രവും നമ്മൾ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങുന്ന ഘട്ടം മുതൽ തെങ്കാശി പട്ടണത്തിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വലിയ കരിയർ ബ്രേക്ക് ലഭിക്കുന്നത്. അതിലെ ഓരോ ഡയലോഗും ഇപ്പോഴും നമുക്ക് കാണാതെ പറയാൻ കഴിയുന്നത് ആ സിനിമയുടെ മികവ് ഒരു വശത്ത് നിൽക്കുമ്പോഴും അതിനും മീതെ സലീംകുമാർ എന്ന നടൻ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ട് അദ്ദേഹം സ്ക്രീനിൽ പകർന്നാടിയ ആ വേഷം നമ്മുടെ കൂടെ ചുമ്മാ ഇറങ്ങി വരികയാണ്. ആ സിനിമ വീണ്ടും കാണാതെ തന്നെ നമ്മളത് ഓർത്തിരിക്കുന്നത് അത്രമേൽ അത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ മനസ്സിൽ ആഴത്തിൽ അത് പതിഞ്ഞു കിടപ്പുണ്ട്.